മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചു. ആദ്യ മണിക്കൂറുകളിൽ ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ്. പമ്പയിലും നിലയ്ക്കലും തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. നിലയ്ക്കലിൽ നിന്ന് KSRTC സർവീസുകൾ മണിക്കൂറുകൾ മുടങ്ങിയത് തീർത്ഥാടനം ബുദ്ധിമുട്ടിലാക്കി. പമ്പയിൽ നിന്നും ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിലവിൽ പമ്പയിൽ നിന്ന് രാവിലെ 11:30 മണി മുതലാണ് തീർത്ഥാടകരെ മല ചവിട്ടാനായിട്ട് അനുവാദം നൽകിയത്. ആ സമയം മുതൽ തന്നെ നല്ല രീതിയിൽ തീർത്ഥാടകരുടെ പ്രവാഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീലിമല വഴിയുള്ള പരമ്പരാഗത പാതയാണിത്, പരമ്പരാഗത കാനനപാത. ആ വഴിയാണ് തീർത്ഥാടകരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒഴുക്ക് തീർത്ഥാടകരുടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് സ്വാമി അയ്യപ്പൻ പാതയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുവഴി തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല. പരമ്പരാഗത പാത വഴി, കാനനപാത വഴി മാത്രമാണ് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരം നട തുറന്നതിന് ശേഷം നല്ല തിരക്ക് സന്നിധാനത്തടക്കം അനുഭവപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പമ്പയിലെയും നിലയ്ക്കലെയും തിരക്കുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിലടക്കം ഇത്തരം തിരക്ക് ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിലെ സൂചന തന്നെയാണ് ഇന്നിപ്പോൾ ആദ്യ ദിവസം ഉണ്ടായിട്ടുള്ള ഈ വലിയ തിരക്ക് സൂചിപ്പിക്കുന്നതെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നു. ഒപ്പം തീർത്ഥാടകർ വലിയ അളവിൽ, വലിയ സംഖ്യയിൽ എത്തിയത് ചില അപര്യാപ്തതകൾക്കും അസൗകര്യങ്ങൾക്കും കൂടി ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പമ്പയിൽ രാവിലെ ആള് നിറഞ്ഞ സാഹചര്യത്തിൽ നിലയ്ക്കലിൽ നിന്ന് വാഹനങ്ങൾ തീർത്ഥാടകരുമായുള്ള ബസ്സുകൾ, KSRTC ബസ്സുകൾ പമ്പയിലേക്ക് വിട്ടിരുന്നില്ല. അത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്നു. ആ സമയത്ത് നിലയ്ക്കലും വലിയ രീതിയിൽ തീർത്ഥാടകർ തടിച്ചുകൂടുവാനായിട്ട് കാരണമായി. പിന്നീട് ബസ് സർവീസ് ആരംഭിച്ച വേളയിൽ തീർത്ഥാടകരൊക്കെ തന്നെ ഒരുമിച്ച് കൂട്ടമായിട്ട് ബസ്സിനുള്ളിലേക്ക് തിക്കിക്കയറുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളും ഈ ആദ്യ ദിവസം തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായിട്ടുള്ള കേന്ദ്രങ്ങൾ, അവർക്ക് പര്യാപ്തമായിട്ടുള്ള കേന്ദ്രങ്ങൾ, ഷെൽട്ടറുകൾ നിലയ്ക്കലോ പമ്പയിലോ ഉണ്ടായിരുന്നില്ല. കനത്ത വെയിലിലും അവർ പമ്പ മണപ്പുറത്തും അതോടൊപ്പം തന്നെ നിലയ്ക്കലിലെ പരിസരങ്ങളിലുമൊക്കെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ വിരിവെച്ചിരുന്നത്. അതൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണം എന്നുള്ളതാണ് തീർത്ഥാടകരുടെ ആവശ്യം. ദേവസ്വത്തിൻ്റെ പ്രധാന അധികൃതർ, പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അടക്കമുള്ള ആളുകൾ സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ശബരിമലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം സുരക്ഷയും കർശനമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പമ്പ, നിലയ്ക്കൽ, ശബരിമല, സന്നിധാനം എന്നിവിടങ്ങളിലായിട്ട് സുരക്ഷയ്ക്കായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം സന്നിധാനത്തും നിലയ്ക്കലും വടശ്ശേരിക്കരയിലും താൽക്കാലികമായിട്ടുള്ള 3 പോലീസ് സ്റ്റേഷനുകളും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ADGP S ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ തീർത്ഥാടകർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് കുടിവെള്ളത്തിനടക്കം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നിലയ്ക്കലും പമ്പയിലുമൊക്കെ എന്തായാലും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വരുന്ന ദിവസങ്ങളിൽ ഈ തീർത്ഥാടകരുടെ ഫ്ലോ അത് ശരിയായ രീതിയിൽ പോയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ആദ്യ ദിവസത്തെ കാഴ്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്.